പ്രിയപ്പെട്ടവരെ, എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ് യൂണിവേഴ്സിറ്റി LGSന്റെ വേക്കൻസികൾ എത്രത്തോളം ഉണ്ടാകുമെന്ന്. യൂണിവേഴ്സിറ്റി LGSന് 1000-ലധികം വേക്കൻസികൾ ഉണ്ടാകേണ്ടതാണ്. മറ്റൊന്നുമല്ല, 2015 സെപ്റ്റംബറിൽ PSCക്ക് യൂണിവേഴ്സിറ്റികളിലെ അനധ്യാപക നിയമനങ്ങൾ വിട്ടുള്ള വേക്കൻസികളാണ് കിട്ടേണ്ടത്. അതായത് 7 വർഷത്തെ വേക്കൻസികളാണ് ഉണ്ടാകേണ്ടത്. 2015 സെപ്റ്റംബറിൽ വിടുന്ന സമയത്ത് കേരളത്തിലെ വിവിധ സർവകലാശാലകളുമായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മീറ്റിംഗ് വിളിക്കുകയും ചർച്ചകൾ നടത്തുകയും അവർ ഒരു റിപ്പോർട്ട്, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് വയ്ക്കുകയും സംസ്ഥാന സർക്കാർ PSCയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുകയും ചെയ്തു. ഇതിലെ ക്വാളിഫിക്കേഷനുകൾ, വിവിധ പോസ്റ്റുകളിലെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അതുപ്രകാരം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാനം വന്നു. 3 വർഷം കഴിഞ്ഞ് വീണ്ടും വിജ്ഞാനം വന്നു. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പ്രകാരം ജോലിയും ലഭിച്ചു. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റ് വന്നായിരുന്നു. അവർക്കും 1000-ലധികം, ആദ്യത്തെ ലിസ്റ്റിൽ 2500-2800-ലധികം പേർക്ക് ജോലിയും ലഭിച്ചു. അങ്ങനെ വീണ്ടും വിജ്ഞാനം വന്ന് ഒരുപാട് പേർക്ക് ഇപ്പോൾ ജോലിയും കിട്ടി. അപ്പോൾ ആ സമയം തൊട്ട് യൂണിവേഴ്സിറ്റി LGS വിളിച്ചിട്ടില്ല. 2023 വരെ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നീണ്ടുപോയി. അതിനുശേഷം PSC വിജ്ഞാനം പുറപ്പെടുവിച്ചപ്പോൾ 2023 യൂണിവേഴ്സിറ്റി LGSന്റെ പോസ്റ്റിലേക്ക് വിജ്ഞാനം പുറപ്പെടുവിച്ചപ്പോൾ വ്യക്തമായി അതിലെന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ആർക്കും തന്നെ കോടതിയെ സമീപിക്കാവുന്നതായിരുന്നു. അതിനുശേഷം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിക്കുകയും അതുപോലെ തന്നെ കേരള PSC കോടിക്കണക്കിന് രൂപ മുടക്കി പരീക്ഷ നടത്തുകയും ചെയ്തതിന് ശേഷം ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഹൈക്കോടതിയിലേക്ക് നടക്കുന്ന OA പോസ്റ്റിൽ ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലും OAക്കാരെ, ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേക്കൻസികൾ വരാനാണെങ്കിൽ 2015 സെപ്റ്റംബർ തൊട്ടുള്ള വേക്കൻസികളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് കിട്ടിയത്. അത്രയും വേക്കൻസികൾ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് കിട്ടി. അത്രയും വേക്കൻസികൾ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി LGS ലിസ്റ്റിൽ വരുന്നവർക്കും കിട്ടുന്നത്. അപ്പോൾ അത്രയും വേക്കൻസികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 2000-ന് മുകളിൽ 3000-ഓളം വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ അത് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ 2023-2024 ലിസ്റ്റ് വരുന്നത് വരെയുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 8 വർഷത്തെ വേക്കൻസി കിട്ടും. 2016 തൊട്ട് 2024 വരെ. അതുകൂടാതെ ഈ ലിസ്റ്റിന് 3 വർഷം കാലാവധി കൂടിയുണ്ട്. ആ 3 വർഷ കാലാവധിയിലുള്ള തുച്ഛമായ വേക്കൻസികൾ കൂടി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ വലിയൊരു വേക്കൻസികൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം ആൾക്കാർക്കും ജോലി കിട്ടുന്ന ഒരു നിലയിലേക്ക് വരും. അപ്പോൾ ഇതിലൊരു സേഫായിട്ടുള്ള മാർക്ക് മേടിച്ചവരെയൊക്കെ തന്നെ അതുകൂടാതെ തന്നെ ഒരുവിധം പഠിച്ച് ഒരു 75-70 മുകളിലൊക്കെ മാർക്ക് മേടിച്ചവർക്ക് കൂടി ജോലി കിട്ടാനുള്ള സാധ്യത ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വേക്കൻസിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിലവിൽ വേക്കൻസികൾ ഇല്ല എന്ന കാരണത്താൽ പല ഉദ്യോഗാർത്ഥികൾ നിരാശരാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് അതങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ വേക്കൻസികളൊക്കെ കുറവായിരിക്കും. പിന്നെ വേക്കൻസികളെല്ലാം കണ്ടെത്തേണ്ട ഒരു ബാധ്യത ഉദ്യോഗാർത്ഥികൾക്കാണുള്ളത്. അത് ഉദ്യോഗാർത്ഥികൾ വളരെ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യുന്നു അത്രത്തോളം വേക്കൻസികൾ വരും. അപ്പം നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് റാങ്കുള്ള ശിവൻകാർ വളരെയധികം ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയത്. അതുപോലെ തന്നെയാണ് ഓരോ പോസ്റ്റിൻ്റെയും കാര്യം കേരളത്തിൽ. അത് ഉദ്യോഗാർത്ഥികളുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ റാങ്കുള്ള യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. നല്ല നേതൃനിര ഉണ്ടാകട്ടെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു. നിങ്ങളുടെ സ്വന്തം വിജയകുമാർ.